പ്രിയപ്പെട്ടവരെ, ഒരു സംഘചിത്രമാണ് കേരള സ്റ്റോറി. എന്നാൽ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് ഒരിക്കൽ കൂടി കാന്തപുരം ഉസ്താദ് തെളിയിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ കാന്തപുരം ഉസ്താദിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ദൈവത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. കാന്തപുരം ഉസ്താദിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു ദൈവം എന്നും എപ്പോഴും നന്മ മാത്രം വരുത്തട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ ഫലം കണ്ടു. കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഫലം കണ്ടില്ല. കേന്ദ്രം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ ഇടപെടലുകൾ അത്ര അങ്ങോട്ട് ഫലം കണ്ടില്ല. നിമിഷപ്രിയയുടെ കേസിനെക്കുറിച്ച് പല യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും പല രീതിയിലുമാണ് വാർത്തകൾ വരുന്നത്. നിമിഷപ്രിയ വലിയ തെറ്റുകാരിയായിട്ട് ചില ചാനലുകൾ പറയുന്നു. മറ്റ് ചില ചാനലുകൾ നിമിഷപ്രിയയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. സത്യം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അനുഭവിച്ചത് നിമിഷപ്രിയയാണ്. നിമിഷപ്രിയയ്ക്കും ദൈവത്തിന് മാത്രമേ സത്യം അറിയുള്ളൂ. ഒരുപക്ഷെ നിമിഷപ്രിയ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ പശ്ചാത്താപമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വധശിക്ഷ അതൊരു കുറച്ച് കടുപ്പം കൂടിയൊരു ശിക്ഷ തന്നെയാണ്. വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു ശിക്ഷ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാം അടുത്ത മണിക്കൂറിൽ നീ മരണപ്പെടും എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ തീർത്തും ദയനീയമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥകളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. മാക്സിമം സിറ്റുവേഷൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിനൊക്കെയുള്ളൊരു പരിഹാരം. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മളല്ലാതായി പോകുന്ന നിമിഷങ്ങളുണ്ടാവും. അത്തരം നിമിഷങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും എപ്പോഴും രക്ഷയുണ്ടാവട്ടെ. ഈ അടുത്തിടെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് ഞങ്ങൾ മുസ്ലിംസ്. സൂംബ ഡാൻസ്, മദ്രസയുടെ പുതിയ സ്കൂളുകളുടെ പുതിയ സമയക്രമീകരണം, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് കുറേ ചീത്ത വിളികളാണ്. മദ്രസ പൊട്ടന്മാർ, 6-ാം നൂറ്റാണ്ടുകാർ, അങ്ങനെ ഒരുപാട് പുറത്ത് പറയാൻ കൊള്ളാത്ത പ്രയോഗങ്ങൾ കൊണ്ട് പോലും ഞങ്ങളെ ചീത്ത പറയുന്ന കുറേ ആളുകളുണ്ട്. അവരെ ഒരു പ്രത്യേക മതത്തിൻ്റെ പേരിട്ട് വിളിക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം എന്നെ മാത്സ് പഠിപ്പിച്ച എൻ്റെ ജോസഫ് മാഷ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഞങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ ജോസഫ് മാഷിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു മുസ്ലിം ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ജോസഫ് മാഷിൻ്റെ മതം നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ആ മാഷിനെ റെസ്പെക്റ്റ് ചെയ്തത്. ആ മാഷ് തിരിച്ച് എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചത് എൻ്റെ മതം നോക്കിയിട്ടൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യത്വം, ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്ന ചിലതുണ്ട്. അതുപോലെ ഹിന്ദുസിൽ പെട്ട എൻ്റെ ഫ്രണ്ട്സ്, എനിക്കുള്ള 4 ഫ്രണ്ട്സും ഹിന്ദുസാണ്. അതുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചീത്ത പറയുന്നവരെ ഹിന്ദു മതക്കാർ എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഹിന്ദുസാണ്. ഒരിക്കലും ഹിന്ദു മതത്തിൽപ്പെട്ടവരോ ക്രിസ്ത്യാനി മതത്തിൽപ്പെട്ടവരോ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ചീത്ത പറയുകയോ തെറി വിളിക്കുകയോ ഇല്ല. അവരുടെ ഐഡൻറ്റിറ്റിയിൽ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീവ്രവാദികളാണ് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ രാജ്യത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും ഇലക്ഷൻ പ്രചാരണത്തിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ മനസ്സിന് തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല. ഇവിടെ EK എന്നോ AP എന്നോ സുന്നി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമിക്, മുസ്ലിം ലീഗ് അങ്ങനെ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു മനുഷ്യത്വം, അല്ലെങ്കിൽ രാജ്യത്തോടുള്ള കൂറ്, സ്വന്തം നാടിനോടുള്ള കൂറ്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകളിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഇത് തന്നെയാണ്
റിയൽ കേരള സ്റ്റോറിയും. എൻ്റെ സംശയം ഇതൊന്നുമല്ല. ഇനി വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുകയും മാതുകയും ചെയ്യുന്നവർ ഇനി എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി നിമിഷപ്രിയയുടെ കുടുംബത്തിന് വേണ്ടി എൻ്റെ പ്രാർത്ഥന ഞാൻ അറിയിക്കുന്നു. ആ നിമിഷപ്രിയ എന്ന ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സഹോദരിക്ക് എത്രയും പെട്ടെന്ന് സ്വന്തം മണ്ണിൽ കാലുകുത്താനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നന്മ നേരുന്നു. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ട എല്ലാവർക്കും എപ്പോഴും നന്മ ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.